ഇന്ന് ഞായറാഴ്ച വീക്കെൻഡ് അവധിയിൽ കുട്ടികളൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും പോകണം എന്നുള്ള കാലത്ത് മുതലേ ബഹളം ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അവരാഗ്രഹത്തിൽ നിന്ന് സാധിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. അങ്ങനെ അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള ഇവിടെ ഒരു 53 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എത്തുന്ന ഒരു കൂത്തുപറമ്പ് എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര. അവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നല്ലേ, കേരളത്തിൽ ആദ്യമായിട്ട് തലകുത്തി നിൽക്കുന്ന ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട്. ആ വീട് കാണാനുള്ള യാത്രയാണിത്. ഒരുപാട് വീഡിയോയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. യൂറോപ്പിലും അതുപോലെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ തലതിരിഞ്ഞ വീടും അതിനകത്തുള്ള ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെയുള്ള വീഡിയോകൾ യൂട്യൂബിൽ കാണാൻ വേണ്ടി പറ്റും. കേരളത്തിൽ ആദ്യമായിട്ട് അത്തരം ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലാണ്. അപ്പം ആ ഒരു സംഭവം ഒന്ന് നേരിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് കുടുംബത്തോടൊപ്പം. തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെ ഉണ്ടാവുക, വീഡിയോ അവസാനം വരെ കാണുക. അതിലുള്ള കുറേ നിങ്ങൾ ഇത് ഈ വീഡിയോയിലൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തീർച്ചയായും നമുക്ക് മുന്നോട്ടേക്ക് പോകാം. നമ്മുടെ നാട്ടിൻപുറവും നാട്ടിൻ കാഴ്ചകളൊക്കെ കണ്ടാൽ മതിവരാത്തൊരവസ്ഥയാണ് എപ്പോഴും. പ്രത്യേകിച്ച് നമ്മൾ നാട് വിട്ടിട്ടുള്ള ആളുകൾക്ക് എന്ന് വെച്ചാൽ പ്രവാസികൾക്കൊക്കെ ഇത്തരം നാട്ടിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിനൊരു പ്രത്യേക ഒരു സുഖമായിരിക്കും. മാത്രമല്ല പല ആളുകളും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പല ആളുകളും പല രാജ്യത്തുള്ള ആളുകളുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ വിദേശികളായിട്ടുള്ള. അപ്പോൾ അവർക്ക് ചില പേരൊക്കെ കാണാറുണ്ട് വീഡിയോ. അപ്പം നമ്മുടെ നാടൊക്കെ അവർക്ക് കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെയും കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ കൂത്തുപറമ്പിലെ വീഡിയോ ആയിട്ട് വരികയാണ്. ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓൺ നെറ്റ്. 1.5 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്തു കേട്ടോ. അവസാനം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നതും നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുമായിരുന്ന ആ ഒരു വീടിൻ്റെ കവാടം. പുറത്ത് ഒരുപാട് വണ്ടിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് നല്ല തിരക്കുണ്ട്. ഇത് ഞായറാഴ്ച അല്ലേ, എല്ലാവർക്കും അവധി ദിവസമായതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം തുടങ്ങിയിട്ട് 4-5 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ. അതിൽ തന്നെ കവാടത്തിലൊരു ഒട്ടകത്തെ കാണാം. അതുപോലെ തന്നെ ഒരുപാട് ചെടികളും അതുപോലെ തന്നെ ഒരുപാട് ഫലവൃക്ഷ ഇതെല്ലാം തൈകളൊക്കെ ഇവിടെ കിട്ടാനുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്കെല്ലാം ഇവിടെ വാങ്ങിയിട്ട് പോകാൻ വേണ്ടി പറ്റും. ഇതാണ് ആ വീട്. കാറിൻ്റെ പോർച്ചിലുള്ള കാറൊക്കെ കണ്ടില്ലേ. അങ്ങനെ അകത്തെ സ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് അകത്ത് കയറി കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. ഒരാൾക്ക് 100 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. രാവിലെ 10 മണി മുതൽ 8 മണി വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിക്കപ്പെട്ട സമയം. കാറൊക്കെ പോർച്ചിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, ബൾബ് തൂങ്ങും പോലെ. അത് ഒറിജിനൽ വണ്ടി തന്നെയാണ് കേട്ടോ. കാറൊക്കെ ഞാൻ കുറച്ചും കൂടി സൂം എടുത്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്, പിന്നീട് വരുന്ന വഴിയിൽ കാണാൻ വേണ്ടി പറ്റും. നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും ഒരുമിച്ച് കയറ്റുന്നില്ല. അവർ കുറച്ച് നിയന്ത്രിച്ചുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ആൾക്കാരെ കയറ്റി വിട്ട് കുറച്ച് സമയം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ അടുത്ത ആൾക്കാരെ വിടുന്നുള്ളൂ. അതിലൊരു വയസ്സിൻ്റെതല്ല, അതിലൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിനനുസരിച്ചിട്ടുള്ള കുട്ടികൾ മാത്രമേ ഉള്ള ഫീസ് കുറവാണ്. അങ്ങനെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് നമ്മൾ നഗ്നപാതരായിക്കൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് കടന്നു. അവർ കണ്ണ് നോക്കിയാട്ടെ, നമ്മുടെ ചലിക്കുന്നതനുസരിച്ച് ആ കണ്ണുകളിലെ കൃഷ്ണമണി ഇങ്ങനെ നീങ്ങുന്നുണ്ടല്ലേ. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് മദർ തെരേസയുടെ ഒരു പിക്ചറാണ്. സയൻസ് കൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ അകത്ത് കാണാനുണ്ട് കേട്ടോ. സയൻസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് കൗതുകം നിറഞ്ഞ ഒരുപാട് സംഭവമുണ്ട്. ഇത് കലാകാരന്മാർ അംഗീകരിച്ച് പോയിട്ടുള്ളൂ. കുറേ കൊള്ളി ഒരു സൈഡ് നോക്കുമ്പോൾ തിരിച്ചത് നേരെ വരുമ്പോൾ അതൊരു ഗാന്ധിജിയുടെ ചിത്രമായിട്ട് മാറി. ഇത് സമചതുരത്തിലുള്ളൊരു ഇതല്ല. ഈ സൈഡ് നോക്കുമ്പോൾ നേരെ നമ്മൾ ക്യാമറ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് വരുമ്പോഴേക്ക് അതേ ബോക്സ് ഇപ്പുറമാകുമ്പോഴേക്കും ത്രികോണാകൃതിയിലായി. അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിയെ നമുക്ക് ഒന്ന് ചിരിപ്പിച്ചാലോ. കണ്ടില്ലേ, അവിടെ നിന്ന് ഒരു സൈഡിലേക്ക് വരുമ്പോൾ ആ കുട്ടി ചിരിക്കുന്നതായിട്ട്. അങ്ങനെ കലാകാരന്മാരുടെ ഒരുപാട് വിരുത് ഇതിൽ കാണാനുണ്ട്. ഒരു തുമ്പിയെ പോലെ പാറിപ്പറക്കുന്ന റിയാനെ കണ്ടില്ലേ, അത് കണ്ടപ്പോൾ എനക്കും തോന്നി അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം. ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണുകളെയും കാതുകളെയും മനസ്സുകളെയും കുളിർപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ വീടിൻ്റെ അകത്തുണ്ട്. യക്ഷിയുടെ തളികയിലേക്ക് നമ്മുടെ തല വന്നെത്തുന്ന ഒരവസ്ഥ ഭയപ്പാടോടെയാണെങ്കിലും കൂടി കുട്ടികൾക്കത് വളരെ ഇഷ്ടപ്പെടുന്നതും കൂടി ചെയ്യുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അങ്ങനെ മനസ്സിനെ പേടിപ്പെടുത്തുന്നതും സന്തോഷപ്പെടുത്തുന്നതുമായ ഒരുപാട് അനുഭവങ്ങൾ ഈ വീടിൻ്റെ അകത്തൂടെ നമുക്ക് കണ്ടുപോകാൻ കഴിയും.
ഉള്ളവരായിട്ടും ഉയരമില്ലാത്തവരുമായിട്ട് പിക്ചർ എടുക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. ഈ പിക്ചർ 3 സുഹൃത്തുക്കൾ ചാവടിക്കുന്നതായിട്ടുള്ളൊരു പിക്ചറാണ്. പക്ഷേ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാലാണ് അതിൻ്റെ സത്യാവസ്ഥ ശരിക്കും മനസ്സിലാവും. ക്യാമറയിൽ കാണും മനസ്സിലാവുന്നുണ്ട്. ഒരു ജീസസ് കൂടി അവർ സെൻട്രൽ ജീസസിൻ്റെ ഫോട്ടോ കൂടി വരുന്നുണ്ട്. തലതിരിഞ്ഞിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, ഒരു മായാ ലോകം തന്നെയാണ് ഈ വീടിനകത്തുള്ളത്. ഫോട്ടോ എടുത്തു കഴിയുമ്പോഴാണ് കുറേ കാര്യങ്ങൾ നമുക്കതിന് വീഡിയോയിലൂടെ മനസ്സിലാകൽ കുറവാണ്. ഈ ഒരു ഇതും നമ്മളെടുത്തപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുത്തത് അത് വേറെ ആളെ കൊണ്ട് എടുപ്പിച്ചതാണ്. പക്ഷെ ഒരു മതിലിൻ്റെ വീടിൻ്റെ മേലെ കയറിയിരിക്കുന്ന ഒരു പിക്ചറായിട്ടാണ് ഇതുണ്ടായിരുന്നത്. തലതിരിഞ്ഞിരിക്കുന്ന വീടിൻ്റെ അകത്ത് തലതിരിഞ്ഞിരിക്കുന്ന ബെഡ്റൂം എല്ലാം മുകളിലാണുള്ളത്. അലമാരി ആയാലും മേക്കപ്പ് സെറ്റ് ആയാലും ബെഡായാലും ഒക്കെ സീലിങ്ങിൽ കിടക്കുകയാണ്. അതായത് വീട് നേരെ തല തിരിഞ്ഞിട്ടാണല്ലോ ഉള്ളത്. ആ ഒരു ഫീലിങ്ങിൽ ഇതാ കബോർഡ് മേക്കപ്പ് സെറ്റ് ഒക്കെ തലതിരിഞ്ഞ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മറ്റൊരു റൂമിലെത്തുമ്പോഴേക്ക് ഒരു വലിയൊരു കാട്ടിലെത്തിയ പോലുള്ളൊരു പ്രതീതി. താഴ്ഭാഗത്തു കൂടെ ചെറിയൊരു നദി ഒഴുകുന്നു. അതിൻ്റെ മേൽഭാഗത്തു കൂടി ഒരു ചെറിയൊരു പാലം. ഒക്കെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണും പോലെയുള്ളൊരു ഒരു പാലം. പിന്നെ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്, കണ്ടല്ലേ. അങ്ങനെ ഈ ഒരു പിക്ചർ കണ്ടില്ലേ, നമ്മൾ നീങ്ങുന്നതനുസരിച്ച് ആ ബിൽഡിങ് ചെറുതായിട്ടിങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ചെറിയൊരു പൈസക്ക് കുറഞ്ഞ സമയം കൊണ്ട് കുട്ടികൾക്കെല്ലാം കുറച്ച് കാണാനുള്ള മാത്രം ഈ സംഭവം ഒക്കെ ഇതിനകത്തുണ്ട്. ഏറെ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ വന്നവർക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സംഭവം കുറച്ച് പുതുമയുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. മീനിനൊക്കെ ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ് റിയാനൊക്കെ. എന്താ എൻ്റെ ഉഷാറ് നോക്കിയാട്ടെ. അങ്ങനെ ഫോട്ടോ എടുക്കാനും ഇത് 3 നടന്മാരെ ഒരേപോലെ ഒരു ഫ്രെയിമിലാക്കി വെച്ചിട്ടുള്ള ഇതാണ് കണ്ടല്ലേ. ഒരു സൈഡിൽ നിന്ന് ജയൻ, പിന്നെ വരുമ്പോൾ സത്യൻ, മറ്റൊരു വശത്തേക്ക് വരുമ്പോൾ പ്രേം നസീർ. ഒറ്റ പിക്ചർ 3 ഭാഗത്തു കൂടി 3 രീതിയിൽ. അങ്ങനെ കലാകാരന്മാരുടെ ഒരുപാട് കഴിവുകൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവരെ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം അത്രമാത്രം ഉള്ള കലാവിരുദ്ധകളും അതുപോലെ തന്നെ സയൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 1-2 മണിക്കൂർ കഴിയും. ശരിക്കും എല്ലാം വിശദമായി കണ്ട് ആസ്വദിച്ച് വരികയാണെങ്കിൽ. അല്ലാന്ന് ഇതിൽ താല്പര്യമില്ലാത്തവരാണെങ്കിൽ വേഗം പോകാൻ വേണ്ടി പറ്റും. ഓരോന്നും കാണാനും ആസ്വദിക്കാനൊക്കെ കഴിവുകൾ ഉണ്ടായിരിക്കണം. കുട്ടികളൊക്കെ ആയി പോകുമ്പോൾ എന്തായാലും അത് ഇഷ്ടപ്പെടും. അവരുടെ താല്പര്യത്തിനനുസരിച്ച് കുറച്ച് വലിയവരും എന്തായാലും നിന്ന് കൊടുക്കേണ്ടി വരും. എന്തായാലും ഒരു 1-2 മണിക്കൂർ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചിലവഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏത് രീതിയിലുള്ളതിലും നമുക്ക് ആസ്വദിക്കാനുള്ള ഇതിനകത്തുണ്ട്. കുറേ ഫോട്ടോസിന് പറ്റിയ ഒരുപാട് സ്ഥലങ്ങളാണ്. എല്ലാം കണ്ട് നിങ്ങൾ റീലിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം വെയിലൊക്കെ കുറഞ്ഞു. നല്ലൊരു സന്ധ്യാനേരം. പാർക്കൊക്കെ ഉണ്ട് അതിനടുത്ത്. കുട്ടികളൊക്കെ ഇവിടെ കയറി കുറേ കളിച്ചു. നല്ല ചെറിയൊരു പാർക്കുണ്ട്. കുറച്ചും കൂടി ഡെവലപ്പ് വേണമായിരുന്നു പാർക്കിന് എന്നുള്ളൊരു ഇത് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർക്കിൽ നിന്ന് കുട്ടികളൊക്കെ കൂട്ടി ഞങ്ങൾ വണ്ടി വെച്ച സ്ഥലത്തേക്ക് വന്നു. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് വന്നു. നല്ല രസമുള്ള എന്തൊരു സാധനം, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള എന്താ പറയുക സൂര്യാസ്തമയം ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അതുപോലെ തന്നെ നല്ല പൂക്കളുണ്ട് അവിടെ, നല്ല ചെണ്ടുമല്ലിക പൂവ്.
അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. അതിനിടയിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഡോക്ടർ രഹനക്ക് വണ്ടി ഓടിക്കണം എന്നൊരാഗ്രഹം. തിരിച്ചു പോകുമ്പോൾ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. ലൈസൻസ് കിട്ടിയിട്ട് വെറുതെ ഇരുന്നാൽ പോരല്ലോ, ഇടയ്ക്ക് റോഡിലൊന്നും ഇറങ്ങിയാലല്ലേ ഇവർക്കൊന്ന് പേടിയൊക്കെ മാറുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ആഗ്രഹം കൂടി സാധിക്കട്ടെ എന്ന് വിചാരിച്ചു. അവളെ വണ്ടി ഏൽപ്പിച്ചു. അങ്ങനെ ചെരിഞ്ഞ വീട്, അല്ല എന്താ പറയുക, തല തിരിഞ്ഞ വീട് എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ ആ വീട് നിന്നൊക്കെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. സമയം ഏകദേശം 6 മണി ആയി കഴിയണം. അപ്പോൾ ആ പോകുന്ന വഴിയിൽ ഇന്നെന്തോ ശ്രീകൃഷ്ണ ജയന്തി കാര്യം എന്തോ അതിൻ്റെ ഒരു ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ കണ്ടു. കുറേ കാലത്തിന് ശേഷം ഇത്തരമുള്ള സംഭവമൊക്കെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വരുന്നവരെ ഹാരിസ് അബ്ദുള്ള, ഹാരിസ് അബ്ദുള്ള.